വീടിനകത്ത് മച്ചിലോ ഒക്കെ ഇരുന്നിരുന്ന ഭഗവതിയെ, മച്ചിലോ പടിഞ്ഞാറ്റയിലൊക്കെ ഇരുന്നിരുന്ന ഭഗവതിയെ പുറത്ത് നമ്മളൊരു മണ്ഡപം ഉണ്ടാക്കിയിട്ട് കുടിയിരുത്തുക. അപ്പോൾ ഇതിനകത്ത് ജ്യോത്സ്യന്മാരുടെ ഒരു റോള് ഇത് കാര്യമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജ്യോതിഷം പാരമ്പര്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന വിഭാഗങ്ങളൊക്കെ ഇങ്ങനത്തെ ശാക്ത ശാബര പാരമ്പര്യങ്ങളിൽ പൗരോഹിത്യവും കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ കളരിപ്പണിക്കർ, കളരിക്കുറുപ്പ്, അവരൊക്കെ സ്വന്തമായിട്ട് കളരി പൂജയും ഇങ്ങനത്തെ ആരാധനകളും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഈ ഗണകൻ, കണിയാൻ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ബാധോച്ചാടനം, മന്ത്രവാദം ഇതൊക്കെ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് ജ്യോതിഷം ഈ ആചാരങ്ങൾക്കൊക്കെ എതിരായി മാറുന്നത്? ജ്യോതിഷം എതിരാന്ന് എനിക്കിപ്പോഴും അഭിപ്രായമില്ല. പലപ്പോഴും ജ്യോതിഷന്മാർ കുഴപ്പമല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അറിയുന്ന വളരെ വലിയ വിഭാഗ കളരിപ്പണിക്കന്മാർ അവരൊക്കെ ഇപ്പോഴും ശക്തമായി ശാക്തയം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടല്ല. ഒരു കുടുംബത്തിൽ ഒരു ഭഗവതി ഉണ്ട് അകത്ത്, എല്ലാവരും വീടുണ്ടാക്കി. അപ്പോൾ ഈ ദേവതനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പം ആ സമയത്ത് ആ കുടുംബത്തിൽ ആളില്ല. അപ്പം ഇവർ തന്നെ പറയുകയാണ് വേറൊരാളെ ഒഴിവ് കണ്ടിട്ട് ഏതെങ്കിലും അന്ന് പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ പൂജാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഒഴിവ് കണ്ട് അവർ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ശാക്തക്രമം അറിയണമെന്നില്ല. അവർ ദേവതനെ കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും. പിന്നെ അതുമല്ല, ഈ ഇടക്കാലത്ത് ഈ ശാക്തം അല്ലെങ്കിൽ കൗളം എന്നൊക്കെ പറയുന്നത് എന്തോ മോശമാണെന്നുള്ളൊരു തോന്നലുണ്ടായി. ഈ മദ്യവും മാംസമൊക്കെ വെച്ച് ഇന്ന് ചെയ്യുന്ന പൂജ അത്ര നല്ലതല്ല, പാൽപ്പായസവും ശർക്കര പായസമൊക്കെ വെച്ച് ചെയ്യുന്ന പൂജയാണ് നല്ലത്. അതിലേക്കൊരു ചൈവ് എല്ലാവർക്കും വന്നു. ഇതെന്തോ മോശമാണ് എന്നുള്ള തോന്നൽ പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ചാത്തൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു ദേവതയായിരുന്നു. ഏറ്റവും അഭിമാനത്തോടു കൂടി നമ്മൾ ഉപാസിക്കപ്പെട്ട ദേവതയായിരുന്നു ഇവിടുത്തെ സ്വാമി അല്ലെങ്കിൽ ചാത്തൻ സ്വാമി. ഇന്ന് പലപ്പോഴും ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന് പറയുന്ന പേരാണ് ചാത്തന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല കാരണമുണ്ട്. കാരണം സ്വാമിയും ചാത്തനും 390 ചാത്തന്മാരുണ്ടോ, കുറേ പോലെ ഉണ്ടാവുന്ന ഏതാണ് ശരിക്കും ചാത്തന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒന്ന് തന്നെയാണ് പലതായി കാണുന്നു എന്നുള്ള നിലയ്ക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന് പറയുന്ന പേരാണ്. എന്തൊരു മോശമാണ്. പലപ്പോഴും മോശം സാധനത്തിന് ചാത്തൻ സാധനമാണെന്നൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാർ. വളരെ പ്രയാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എത്ര മോശമായിട്ടാണ് ഈ മണ്ണിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചാത്തനെ പറയുന്നത്. ആ ചാത്തൻ സ്വാമിക്ക് ഇങ്ങനെ ഒരു വരാൻ കാരണം സാത്താൻ എന്നുള്ളൊരു പേരുമായിട്ട് നമ്മൾ ചാത്തനെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ചാത്തൻ എന്ന് പറയുമ്പോൾ സാത്താനെയാണ് ഓർമ്മ വരിക. അങ്ങനെ സാത്താൻ എന്തോ മോശമാണ് എന്നുള്ള ചിന്തയിൽ ഇതൊക്കെ ഒരുവിധം മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ദേവതകളായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെയല്ല. പിന്നീട് ഇവിടെ ഈ മഹാക്ഷേത്രങ്ങളിലുള്ള ക്ഷേത്രത്തിലൊക്കെയാണ് നല്ലത്, അതൊക്കെ അവിടേക്കൊക്കെ വരണം എന്ന് തോന്നിയപ്പോൾ ഇവിടുത്തെ പല തറവാടുകൾ മദ്യവും മാംസമൊക്കെ കൊടുക്കുന്നൊക്കെ നിർത്തി അവർ ക്ഷേത്ര രൂപത്തിലേക്ക് മാറ്റി. അപ്പം ഒരു ചെറിയ മണ്ഡപം ഉണ്ടാക്കിയാൽ പോലും ക്ഷേത്രം എന്ന് പേരിടാനാണ് ആൾക്കാർക്ക് താല്പര്യം. ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എനിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു സ്ഥലം കാണിച്ചു കൊടുത്താൽ തന്ത്രസമുച്ചയ പ്രകാരം ഒരു അമ്പലം ഉണ്ടാക്കാം. പക്ഷെ ഒരു കാവ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതെനിക്ക് പരമ്പരയിലുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ശക്തമായ പാരമ്പര്യമാണ് അതിന്. അനാദി കാലത്ത് ഒരു ഒഴുക്ക് വേണം. അത് പുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ കാവിനെ കാവായി നിലനിർത്തുക എന്നുള്ളതാണ്. കാവ് അത്രയും ഉയർന്നൊരു പദ്ധതിയാണ്. ഇന്നിപ്പോൾ കാവ് മുഴുവൻ പോയി കാട് വെട്ടിത്തെളിച്ചു, അവിടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ വന്നു, അതിനൊക്കെ ക്ഷേത്രം എന്ന് പേരിട്ടു. എന്തോ വലിയ കാര്യം ചെയ്തതായിട്ടാണ് തോന്നുന്നത്. ഏറ്റവും അപകടകരമായ ഒരവസ്ഥയാണത്. കാരണം കാവ് എന്ന് പറയുന്നത് അത്രയും വലിയ ഒരവസ്ഥയിൽ നിൽക്കുന്ന സാധനം. ക്ഷേത്രം മോശമെന്നല്ല പറഞ്ഞതിൻ്റെ അഭിപ്രായം. ക്ഷേത്രം വേറൊരു പദ്ധതിയാണ്. മിക്കവാറും ക്ഷേത്രങ്ങൾ പലപ്പോഴും വരുന്നത് ദക്ഷിണാചാരത്തിലൊക്കെയാണ്. പക്ഷേ കാവ് എന്ന് പറയുന്നത് അനാദിയായി മണ്ണിൽ ചേർന്ന് നിന്നിരുന്ന നമ്മളെ പാരമ്പര്യമായി ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് അഭിമാനം ഉണ്ടാവുക, കുലാചാരത്തിൽ അഭിമാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനുഷ്യന് വേണ്ടത്. എനിക്ക് തോന്നുന്നു കാന്താര തുടങ്ങിയ സിനിമകളൊക്കെ വന്നതിന് ശേഷം ആൾക്കാർ കുറച്ചുകൂടി ധൈര്യത്തിൽ എൻ്റെ കുലദേവത ഗുളികനാണ്, ചാത്തൻ സ്വാമിയാണ്, ഭുവനേശ്വരി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചിന്ത ഇപ്പോൾ അഭിമാനത്തോടു കൂടി ആൾക്കാർ പറയാൻ തുടങ്ങിയ നല്ല ലക്ഷണമാണ്. ഒരു 10 കൊല്ലം മുന്നേ പറഞ്ഞിരുന്നില്ല. ആൾക്കാർക്ക് മടിയായിരുന്നു. എൻ്റെ കുലദേവത ഗുളികനാണെന്ന് പറയാൻ മടി കാണിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അതിന് ഒളിപ്പിച്ച് വെച്ച ആൾക്കാരുണ്ട്. എന്നിട്ട് എല്ലാവരും ദക്ഷിണത്തിൽ പൂജ പഠിക്കാൻ പോയ ആൾക്കാരുണ്ട്. അതല്ല, അവരെ ഓരോ വ്യക്തിക്കും സ്വന്തം കുലത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാവുക, ആ കുലാചാരത്തിൽ അഭിമാനം ഉണ്ടാവുക, ആ കുലാചാരത്തെ മുറുകെ പിടിക്കുക, ശക്തമായ അഭിമാനത്തോടു കൂടി അത് ചെയ്യുക, അഭിമാനത്തോടു കൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് വേണ്ടത്. ആ തരത്തിലൊരു തലമുറയാണ് ഇനി ഉണ്ടായി വരേണ്ടത്. അതിനെക്കുറിച്ച് അറിവ് വേണം, അഭിമാനം വേണം. ആ കുലാചാരം നഷ്ടപ്പെട്ടതാണെന്ന് കാണുന്ന എല്ലാ കുലത്തിൻ്റെ നാശത്തിന് കാരണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ അങ്ങ് കുലാചാരത്തെ പറ്റി പറഞ്ഞു. കുലാചാരം എന്നുള്ള ശബ്ദത്തിന് ഒരു പക്ഷേ കൗളം എന്നുള്ളതിൽ നിന്നുള്ളൊരു ഉത്പത്തി ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കുന്നത് ഓരോ കുലങ്ങളും അതിന് ബന്ധിതമായ ആചരണങ്ങളും എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാണ് ജാതി അല്ലെങ്കിൽ കുലത്തെ തന്ത്രം സമീപിച്ചത്? നമുക്ക് മറ്റ് ആചരണ പദ്ധതികളെ നോക്കുമ്പോൾ താന്ത്രികമായിട്ട് അങ്ങനെ ഒരു വലിയ വേർതിരിവുള്ളതായിട്ട് കാണാൻ സാധിക്കില്ല.
ഒരുപാട് ജാതിക്കാർക്ക് ചിലപ്പം ഒരേ ദേവതയെ ഒരേ പദ്ധതിയിലൊക്കെ ആരാധിച്ചിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് തന്ത്രം ജാതിയെ സമീപിച്ചതെന്ന് പറയാം? ഇല്ല, തന്ത്രം എന്ന് പറയണ്ട. തന്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയൊന്നുമല്ല. ഇവിടുത്തെ വാമാചാരവും ഗൗളാചാരവും സമയാചാരവും ഈ മലബാറും ഒക്കെ തന്ത്രം തന്നെയാണ്. കാരണം തന്ത്രത്തിന് പ്രത്യേകിച്ച് ഒരു ഭാഷ അല്ല. എൻ്റെ വ്യക്തിപരമായ കാര്യമായിരിക്കും ചോദിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, ഈ കുലം എന്ന് പറയുന്നത് ദേശം കുലം. ഇന്ന് നമ്മൾ പറയുന്നത് എൻ്റെ ദേശം ഇന്ത്യയാണ്. നമ്മളെ സംബന്ധിച്ച് അമേരിക്കയും ദുബായും ഒക്കെ വിദേശമാണ്. പണ്ട് കാലങ്ങൾ അങ്ങനെയല്ല. ഒരു ദേശം എന്ന് പറയുന്നത് ഒരു കാട് അല്ലെങ്കിൽ ഒരു പുഴ, അതിൻ്റെ ഇടയിലുള്ള സ്ഥലം ഒരു ദേശമാണ്. ഒരു പുഴ കഴിഞ്ഞാൽ അത് അന്യദേശമാണ്, വിദേശമാണ്. ഒരു കാട് കഴിഞ്ഞാൽ അപ്പുറത്ത് അന്യദേശമാണ്. അപ്പോൾ അങ്ങനെ ധാരാളം ദേശങ്ങളുണ്ട്. ഓരോ ദേശത്തിലും ഓരോ ക്രമമുണ്ട്. ആ ദേശത്തിലൊരു ദേവത ഉണ്ടാവും, അടിസ്ഥാന ദേവത ഉണ്ടാവും. ആ ദേശത്തിലേക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ദേശത്ത് നിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ അവർ ആ ദേശത്തെ ദേവതനെ തട്ടത്തിലെ ഭഗവതിയായിട്ട് ആരാധിക്കും, അല്ലെങ്കിൽ ദേവതയായിട്ട് ആരാധിക്കും. അവർ ഉപാസിച്ചിരുന്ന ദേവതയെ അവർ കൊണ്ടുവരും. ഇപ്പം സാമൂതിരി തന്നെ ഇവിടെ പല ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പല ദേശത്തുനിന്നും പല രാജ്യത്തുനിന്നും പല ഭാഗത്തുനിന്നും ആൾക്കാരെ കൊണ്ടുവന്നുണ്ട്. അവരൊക്കെ വന്ന സമയത്ത് അവർക്കൊരു ഏരി താമസിക്കാൻ കൊടുക്കും. അവിടെ ഒരു ദേവതയെ പ്രതിഷ്ഠിക്കും. ആ ദേവതയെ അവർ ആരാധിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കുലം എവിടെ പോയാലും അവരെ കുലദേവതയെ കൊണ്ടുവന്നൊരു ക്രമം ഇവിടെ ഉണ്ടായിരുന്നു. കുലം എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പാണ്. കാരണം ഇന്ന് ഈ ജാതി ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് ഇവിടെ ഗോത്രങ്ങളായിരുന്നു. ഓരോ ഗോത്രം അതിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഗോത്രം ഉണ്ടാവും. ആ ഗോത്രത്തിന് ഒരു നാഥനുണ്ടാവും, ഒരു ആചാര്യൻ ഉണ്ടാവും. അപ്പോൾ അയാൾ തീരുമാനിക്കുന്നതാണ് ആ ഗോത്രത്തിലെ പദ്ധതികളൊക്കെ. ആ ഗോത്രത്തിൻ്റെ ദേവത. പിന്നീട് ഈ ഗോത്രം മാറിയിട്ട് അത് പിന്നീട് ജാതി വ്യവസ്ഥയിലേക്കൊക്കെ മാറിയതാണ്. അപ്പോൾ പലപ്പോഴും ഓരോ ദേശത്തിലും ഓരോ ചെറിയ കുലത്തിനും ഓരോ പദ്ധതി ഉണ്ട്. ആ പദ്ധതി വേറൊരു സ്ഥലത്തുള്ള അതേ കുലത്തിൻ്റെ ദേവതയായിരിക്കണമെന്നില്ല. കാരണം അവരുടെ കുലദേവത, അവരുടെ ദേശദേവത, ഇതിനെല്ലാം കൂടി ചേർത്തൊരു പദ്ധതി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഓരോ കുലവും ഇവിടെ യുണീക്കാണ്. ഇതിനൊക്കെ കോമൺ ആയിട്ട് നമുക്കിത് കൗള പദ്ധതിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ദേവത ആണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു കോമൺ പദ്ധതി ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും പഠിപ്പിക്കുക. ഞാനെപ്പോഴും അങ്ങനെ ഒരു പദ്ധതിയും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് ഒരു പദ്ധതി നമ്മൾ കൊടുക്കണം. കാരണം ആ ദേവതൻ്റെ സ്വഭാവം മനസ്സിലായാൽ ഇതിനൊക്കെ അടിസ്ഥാനം ഉണ്ടാവും, അതിനെ ബേസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഒരു പദ്ധതിൻ്റെ ഒരു വേരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വേര് പിടിച്ചിട്ട് അതിനെ കണ്ടുപിടിച്ചതാണ് ചെയ്യേണ്ടത്. കാരണം അതിൽ ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഇവിടെ ഓരോ ദേശത്തും ഓരോ കുലത്തിലും ഓരോ പദ്ധതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പിന്നെ ചില സാധകന്മാർ അവർ ദേവിയെ കാണും. അവർ ദേവിയെ കണ്ടിട്ട് ശാബരത്തിൽ അവർ ഈ സംസ്കൃത ശ്ലോകത്തിലെ ദേവീൻ്റെ ധ്യാനം ഒന്നും അവർ ദേവതയെ കണ്ടത് അതേപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ആ കണ്ട രൂപമാണ് പിന്നെ ആ ദേവതൻ്റെ രൂപം. അപ്പോൾ ശാബരത്തിൽ അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരുപാട് ശാബര ധ്യാനങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും ഭുവനേശ്വരീൻ്റെ സംസ്കൃത ആ ധ്യാന ശ്ലോകത്തിനേക്കാൾ ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ നമുക്ക് ഹൃദയം കൊണ്ട് വിളിക്കാൻ തോന്നുന്ന ഒരുപാട് ശാബര ദേവതകൾ. ഓരോ കുലത്തിലും ഓരോ ആൾക്കാർ ആ ദേവതയെ കാണുമ്പോൾ ആ ദേവതയായിട്ടുള്ള ബന്ധം, അവർക്ക് ദേവതയോട് ഭയമായിരുന്നില്ല. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അത്രയധികം സ്നേഹവും അമ്മ എന്ന് പറയുന്നൊരു ഭാവം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ അത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊക്കെ ഭഗവതിനെ പേടിയാണ്. ഭഗവതിനെ ആരാധിച്ച അടുത്ത തലമുറയ്ക്ക് ദോഷം ഉണ്ടാവും, അവർ പിന്നെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്ന ഓരോ തെറ്റായ ചിന്തകൾ പറയാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് പരിചയമുള്ള പൊതുവേ ആൾക്കാർക്ക് നമ്മുടെ ക്ഷേത്ര പദ്ധതികളിലൂടെ പരിചയമുള്ള ദേവതകളുടെ സ്വരൂപത്തെയും അതിൻ്റെ അർത്ഥത്തെയും കുറിച്ച് അതിൻ്റെ ആചാര്യന്മാരിങ്ങനെ വിശദമായിട്ട് സംസാരിച്ച് കേൾക്കാറുണ്ട്. ഗണപതി മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്, ഗണപതിയുടെ തത്വം എന്നതാണ്. അതുപോലെ ഭുവനേശ്വരിയുടെ തത്വം എന്താണ്, ഭുവനേശ്വരിയുടെ കയ്യിലുള്ള പാശം, അങ്കുശം, വരദമഭയം, ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. എല്ലാ ദേവതയ്ക്കും ഫിലോസഫിക്കലി നോക്കുന്ന സമയത്ത് ദേവതയ്ക്കൊരു രൂപമുണ്ട്, ദേവതയ്ക്കൊരു യന്ത്രമുണ്ട്, ദേവതയ്ക്കൊരു മന്ത്രമുണ്ട്. അത് ദേവതയുടെ മന്ത്രം, ദേവതയുടെ യന്ത്രം, ദേവതയുടെ രൂപമല്ല, ദേവത തന്നെയാണ്. ദേവതയുടെ അക്ഷരസ്വരൂപമാണ് മന്ത്രം, ദേവതയുടെ ജാമിതീയ രൂപമാണ് യന്ത്രം, ദേവതയുടെ ഗുണമാണ് അതിൻ്റെ ധ്യാനം. ആ ദേവത എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഈ ദേവതനെ ഉപാസിച്ചാൽ എന്തൊക്കെ ഗുണം ഉണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനാണ്. അതിനാണ് ദേവതൻ്റെ കയ്യിലെ ആയുധങ്ങൾ. അപ്പോൾ ധാരാളം കയ്യിലുള്ള ദേവത ഉണ്ട്. പലപ്പോഴും ആൾക്കാർ പറയുന്നതൊക്കെ ഇല്ലോജിക്കലാണ്. കാരണം ഒരുപാട് ആയുധങ്ങളുള്ള ദേവത ഉണ്ടാവും, ഒരാളുണ്ടാവുമോ, അതിലൊക്കെ മാരക ആയുധങ്ങളാണ്, എല്ലാവരെയും കൊല്ലലാണ് ദേവതൻ്റെ പണി എന്നൊക്കെ പറയുന്നത് ലോജിക്കല്ല. ഒരുപക്ഷെ അത് ഇതിന് വേറൊരു ലോജിക്കാണ്. ആ ആയുധങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ ദേവതനെ ഉപാസിച്ചാൽ എന്ത് ഗുണമാണ് കിട്ടുക, ആ ദേവത എങ്ങനെ ഉണ്ടായി. അപ്പം എങ്ങനെയാണ് പാശവും അങ്കുശവും, ഒരിതെല്ലാ ദേവതേൻ്റെ കയ്യിലും പാശവും അങ്കുശവും കാണാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രപഞ്ചം
എങ്ങനെയാണ് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ശുദ്ധബോധം എങ്ങനെയാണ് ഈ ദേവതയായി മാറിയത്, ആ ഈശ്വരിൽ നിന്നും ഈ ദേവതയിലേക്കുള്ള മാറ്റം എങ്ങനെയാണ്, ഈ ദേവതയുടെ, ഞാൻ പറഞ്ഞു ദേവതയ്ക്ക് വികാരമുണ്ട്, ദേവതയ്ക്ക് വിചാരമുണ്ട്, ദേവതയ്ക്ക് ഭക്ഷണം വേണം, ദേവതയ്ക്ക് എല്ലാ ക്രമമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഈ ദേവതകൾ ഈശ്വരൻ സർവ്വവ്യാപിയല്ലേ, അതിന് നമ്മൾ ചോറ് കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ബലി കൊടുത്തില്ലെങ്കിൽ അതിനെന്താ കുഴപ്പം, വേറെ ഇടുന്ന കിട്ടിയില്ലേ, നമ്മൾ കൊടുത്തില്ലെങ്കിൽ പട്ടിണിയായി പോകും, അതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും പറയാനുള്ള ഉത്തരം, കടലിലെ മീൻ നിങ്ങളല്ലല്ലോ ഭക്ഷണം കൊടുക്കലല്ലോ, കടലിലെ മീൻ അതിന് ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു കഴിച്ചോളും. പക്ഷേ നിങ്ങളൊരു മീനിനെ കൊണ്ടുവന്ന് വീട്ടിൽ അക്വേറിയത്തിൽ ഇട്ടാൽ മീനൊക്കെ കടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ടല്ലോ, ഞാനിങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി ഭക്ഷണം കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ചത്തുപോകും, ഇല്ലെങ്കിൽ അതിന് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാവും. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതിന് വിഷമം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അനുഭവിക്കണ്ടേ. ഇതേപോലെ നിങ്ങളോട് ആരും അക്വേറിയത്തിൽ മീനിടാൻ പറഞ്ഞത്, ഈ നമ്മളെ പരമ്പരയായിട്ട് കാരണവന്മാരായിട്ട് അക്വേറിയത്തിൽ മീനിനെ പോറ്റുന്നുണ്ട്, ആ മീനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ള നമ്മളെ ചുമതലയാണ്. ഇല്ലാണ്ട് കടലിലെ മീനിൻ്റെ കാര്യം ഇവിടെ പറയരുത്. അതുകൊണ്ട് ദേവതയ്ക്ക് അക്വേറിയത്തിലെ മീനാണ് ദേവത. അതിന് ക്രമമുണ്ട്, സ്വഭാവമുണ്ട്, പേരുണ്ട്, നാമമുണ്ട്, ഗുണമുണ്ട്, അതിനെക്കൊണ്ട് വളർത്തുകൊണ്ട് ഗുണമുണ്ട് നമുക്ക്. ആ ദേവതയുടെ ക്രമം അനുസരിച്ച് തന്നെയാണ് ആ പദ്ധതികൾ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ദേവതേൻ്റെ ഗുണം അതാണ് ആ ധ്യാനത്തിലുണ്ടാവുക. അതൊരു കോഡാണ്, അതിനെ ഡീകോഡ് ചെയ്താൽ അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. അപ്പം എല്ലാവർക്കും ദേവതയ്ക്കും പാശം അങ്കുശമുണ്ട്. പാശം എന്ന് പറഞ്ഞാൽ രാഗസ്വരൂപ പാശാടിയ, അടുപ്പിക്കുന്നതാണ്. ക്രോധാകാരാങ്കുശോജ്വല, അകറ്റുന്നതാണ് അങ്കുശം. അകലുക, അടുക്കുക എന്ന് പറയുന്ന 2 ആക്ഷനിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അട്രാക്ഷനും റിപ്പൾഷനും. അതായത് മോളിക്യൂൾസുകൾ അടുക്കുകയും അകലുകയും ചെയ്തപ്പോൾ അതിന് സഞ്ചരിക്കുകയും വികാസം ഉണ്ടാവുകയും, വികാസം ഉണ്ടായാലും പൊട്ടിത്തെറിക്കുകയും, ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടാണ് പ്രപഞ്ചം ഉണ്ടായെന്നൊക്കെ പറയുന്നില്ലേ. അതിന് മുമ്പ് അതിനുണ്ടാവാനുള്ള 2 ആക്ഷനാണ്. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആക്ഷനാണ് അടുക്കുക, അകലുക എന്നുള്ളത്. ആ പാശവും അങ്കുശവും അടുക്കലും അകലലുമാണ്. ശുദ്ധബോധം പരിണമിച്ച് പ്രപഞ്ചമായി മാറിയത് ഇങ്ങനെയാണ്. കാരണം ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ ഭുവനങ്ങളുടെ ഈശ്വരിയാണ്, ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ ഭുവനേശ്വരിയാണ്. ആ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ശുദ്ധബോധം മാനിഫെസ്റ്റഡ് ആയപ്പോൾ ഇങ്ങനെയാണ് മാനിഫെസ്റ്റഡ് ആയത് എന്ന് കാണിക്കാനാണ് പാശവും അങ്കുശവും. പിന്നെ അതിലത് അഭയവും വരദവും. അഭയവും വരദവും ദേവത നമുക്ക് തരുന്ന 2 ഉറപ്പാണ്. ഭയക്കണ്ട, ഒന്ന് വരദ, നിനക്ക് എന്താണോ വേണ്ടത് ഞാൻ തരും. ആ ഭയക്കണ്ട എന്ന് പറയുന്ന ദേവതനെ ഭയക്കണം എന്നാണ് നാഴിക്ക് 40 പ്രാവശ്യം നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുന്നത്. ദേവത കോപിക്കും എന്ന് പറയുന്നത്. ദേവത കോപിക്കൊന്നുമില്ല. പക്ഷേ ദേവതയ്ക്ക് വേണ്ട വസ്തുക്കൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ദേവതയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവും. ആ ദേവത നമ്മുടെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങളിപ്പം 1 വേ തെറ്റിച്ച് വണ്ടി ഓടിച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അത് RTO കോപിക്കുന്നല്ല, അത് റോഡ് കോപിക്കുന്നല്ല, നമ്മൾ നിയമം തെറ്റിച്ച് പോയാൽ ഉണ്ടാകുന്ന അപകടം. എല്ലാവരും 1 വേ കൂടി പോയി അപകടം ഉണ്ടാവില്ല. അതേപോലെ ഈ ദേവതേൻ്റെ കോപമല്ല അത്. ദേവതയ്ക്കൊരു നിയമമുണ്ട്. ആ നിയമം തെറ്റിക്കുമ്പോഴും ഒരു ആക്ഷൻ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, അത് നമ്മൾക്ക് ദുരിതമായിട്ട് വരുന്നു എന്ന് മാത്രം. അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ്. ദേവത അവിടെ ഇരുന്നിട്ട് പിന്നെ കത്തിച്ച് കളയാം, നശിപ്പിച്ച് കളയാമെന്ന് പറയുന്ന ദേവതയല്ല. ദേവതയ്ക്ക് അമ്മത്വമുള്ളത്. ദേവത നമ്മളെ ഒന്ന് ആരാധിക്കാൻ കാത്തിരിക്കുക, നമുക്കെല്ലാം തരാൻ വേണ്ടിയിട്ട്. അത്രയധികം നമ്മളോട് സ്നേഹമുള്ള ദേവതയാണ് എല്ലാ ദേവതയും. അത് നമ്മളൊരു പുണ്യമാണ്, നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം നമ്മളെ പരമ്പരയിൽ കുലത്തിലുണ്ടായത്. അപ്പോൾ ദേവതയ്ക്ക് ഈ ക്രമത്തിലേക്ക് വരുമ്പോൾ ദേവതയ്ക്ക് അതിൻ്റെ രൂപം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന അതിൻ്റെ രൂപം, അതിനൊരു ജാമിതീയ രൂപമുണ്ട്. അതിനെന്താ വെച്ചാൽ ഓരോ ദേവതൻ്റെ കൂടെയും അനേകം ദേവതാ ചൈതന്യങ്ങളുണ്ട്. അപ്പോൾ ആ ദേവതകൾ ആവരണ ദേവതകൾ എന്നാണ് പറയുക. അപ്പോൾ ഒരു യന്ത്രപൂജയിൽ മധ്യത്തിൽ പ്രധാന ദേവതയും ചുറ്റും ആവരണ ദേവതകളുണ്ടാവും. അതൊക്കെ ശക്തികളാണ്. നമ്മൾക്ക് പല ശക്തിയില്ലേ, ഇച്ഛാശക്തി ഉണ്ട്, അതുപോലെ തന്നെ പല ശക്തി ഉണ്ട്. നമുക്ക് മസിലുണ്ട്, മനസ്സിന് ശക്തി ഉണ്ട് ഇല്ലേ. അതേപോലെ ദേവതയ്ക്ക് അനേകം ശക്തികളുണ്ട്. അതൊക്കെ അതിൻ്റെ ആവരണ ദേവതകളാണ്. അപ്പോൾ ആ ആവരണ ദേവതകളൊക്കെ പൂജിക്കുന്നതാണ് യന്ത്രപൂജ എന്ന് പറയുന്നത്. ആ പൂജയ്ക്ക് ഉപയോഗിക്കുന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം ദേവത തന്നെയാണ്, ദേവതേൻ്റെ അക്ഷരസ്വരൂപമാണ്. അപ്പോൾ മന്ത്രം ജപിച്ചാൽ നമ്മളുള്ള ശക്തി വർദ്ധിക്കും. ഈ 3നെയും ഒരേപോലെ ഉപയോഗിക്കുന്നതാണ് ഒരു ഇതെല്ലാ പൂജകളും. അതിൽ യന്ത്രപൂജ ഉണ്ടാവും, മന്ത്രജപം ഉണ്ടാവും, ദേവതേൻ്റെ രൂപത്തെയും കാണും. അതിന് വേണ്ട ഷോഡശോപചാര പൂജ ദേവതേൻ്റെ മനസ്സ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ദേവത മുമ്പിൽ വന്നിരിക്കുന്നതായിട്ട് ഭാവനയൊക്കെ ചെയ്യും. ആ ദേവതയ്ക്കത് മനുഷ്യന് ആ ദേവതനെ ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ക്രമം. പക്ഷേ അതൊരു കോമൺ കൗള പദ്ധതിയിലെ ക്രമമാണ്. അതല്ലാതെ ചില ഉപാസകർ ദേവീനെ നേരിട്ട് കാണും. ആ ദേവിക്ക് അവർക്ക് എന്താണോ തോന്നുന്നത് അവർ കൊടുക്കും. ആ ദേവതൻ്റെ രൂപം അവർ മനസ്സിൽ കാണും, ആ ദേവതനൊരു വർണ്ണിക്കും. അപ്പോൾ അവിടുത്തെ ധ്യാനം അതായിരിക്കും. അത് ഈ ഫിലോസഫി ഒന്നും നോക്കണ്ട. ആ ചിലപ്പോൾ ദേവീൻ്റെ കയ്യിൽ എന്താണോ ഉണ്ടാവുക, ആ ചിലപ്പോൾ സുന്ദരിയായ ഒരു അമ്മേൻ്റെ ഭാവത്തിലായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ശാബര മന്ത്രങ്ങളുടെ ഒരു മനോഹരത. അവിടെ ഈ ഫിലോസഫി ഒന്നും വിഷയമല്ല. അവൻ നേരിട്ട് കണ്ട ദേവതനെ അപ്പം കണ്ടപ്പോൾ തോന്നിയത് എഴുതി വെച്ചു, അത് ആ കുലത്തിൻ്റെ മന്ത്രമായി മാറി. അങ്ങനെ ധാരാളം ഇവിടെ ഓരോ കുലത്തിലും ഓരോ ദേവതയ്ക്കും ഓരോ
ശ്ലോകങ്ങളും ഓരോ ക്രമങ്ങളുമുണ്ട്. അപ്പോൾ ഈ പദ്ധതിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഫിലോസഫിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ, കാരണം ഭുവനേശ്വരി എന്ന് പറയുമ്പം ഭുവനേശ്വരി വരിവസ്യ എന്ന് പറയുന്ന ടെക്സ്റ്റാണ് ഇതിൻ്റെ ബേസ്. അതിലെ പാത്രസ്ഥാപനമൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ഈ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. അത് തലയോട്ടീൻ്റെ പ്രതീകമാണ്, കപാലം എന്നാണ് പറയുക. അതിൽ പൊതുവേ എല്ലാ സ്ഥലത്തും ഗുരുപാത്രം, വിശേഷാർഘ്യപാത്രം എന്നൊക്കെ പറയുന്ന ശക്തിപാത്രം, സ്ത്രീപാത്രം, ഗുരുപാത്രം എന്നൊക്കെ പറയുന്ന പദ്ധതിയാണ്. അതൊരു എല്ലാ സ്ഥലങ്ങളിലും ഈ പാത്രസ്ഥാപനത്തോട് കൂടിയുള്ള പൂജയാണ് കൗളത്തിലുള്ളത്. അപ്പോൾ ആ കോമൺ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് പകരം ദേവതേൻ്റെ മന്ത്രം ഉപയോഗിക്കാം. ആ മന്ത്രം കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കോമൺ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ പോലും ഓരോ പ്രദേശത്ത് അതിൽ ഓരോ ദേവതകൾ, ഞാൻ പറഞ്ഞില്ല, ചില ആൾക്കാർ ദേവതനെ മെർജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിൽ, നമ്മളെ പരമ്പരയിലൊക്കെ. അവർ ദേവതേൻ്റെ കയ്യിൽ 2 ആയുധമൊക്കെ അധികം വെച്ച് കൊടുക്കും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അവർക്ക് ആ ദേവതനെ മാറ്റാനും ആ ദേവതേൻ്റെ സ്വഭാവം മാറ്റാനും ഒക്കെ കഴിവുള്ള പൂർവികർ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അവരവരുടേതായ ഒരു ദേവതനെ സൃഷ്ടിച്ചെടുക്കും. അതിനോട് അനുബന്ധമായിട്ട് ചോദിക്കട്ടെ ശ്രീനാഥ്ജി, ഇപ്പോൾ ശാക്തേയത്തെ പറ്റി പറഞ്ഞു വരുന്ന കുറച്ച് നിയമങ്ങൾ, അതിലൊന്നാമത്തത് പറയരുതെന്നാണ്. നമ്മളിപ്പോൾ പറയുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ സാഹചര്യമാണ് നമ്മളതിനെ നിർബന്ധിതരാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ദ്രവ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ ഇനിയും ആൾക്കാരുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ടാവും. എന്തിനാണ് ദേവതയ്ക്ക് മദ്യം? ഇതിന് സാമാന്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ആനന്ദം ഉണ്ടാവും, അല്ലെങ്കിൽ മാംസം പണ്ട് കാലത്ത് കിട്ടാൻ കഷ്ടപ്പാടുള്ളൊരു ദ്രവ്യമാണ്, കഴിച്ചു കഴിഞ്ഞാൽ രസമുള്ളതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ ദേവതയ്ക്ക് സമർപ്പിക്കുന്നു എന്നൊരു സാമാന്യ ലോജിക്ക് അതിനകത്തുണ്ട്. അതിലുപരിയായിട്ട് എന്തെങ്കിലും യൗകികമായ അർത്ഥങ്ങൾ, ഉയർന്ന അർത്ഥതലങ്ങൾ ഇതിനകത്തുണ്ടോ? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദേവതയ്ക്ക് ഓരോ സ്വഭാവമുണ്ട്. ഇത് നല്ലത് ചീത്ത എന്നൊക്കെ ആര് പറയുന്നതാണ്? നമ്മളെ ബുദ്ധി പറയുന്ന സാധനമല്ല ഇത് നല്ലതാണെന്ന് മോശമാണെന്നൊക്കെ, അല്ലേ? അല്ല, അങ്ങനെ ഒരു അതല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് നിയമങ്ങളും ഇവിടെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയനിസമാണ്, അല്ലെങ്കിൽ ഹിംസയാണ്, ഈ ജീവികളെ കൊല്ലുന്നതെന്നൊക്കെയുള്ള ചിന്ത ആളുടെ വളരെ അടുത്ത കാലത്ത് വന്നൊരു സാധനമാണ്. ഈ ഹിംസ പറയുന്ന ആൾ ഇതൊരു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആൾക്കാർ ചർച്ച ചെയ്ത് ക്ലീശയായ ഒരു സാധനമാണ്. ആ തർക്കം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം വെജിറ്റേറിയൻ ആണോ നല്ലത്, മാംസാഹാരമാണോ എന്നൊക്കെ ഇവിടുത്തെ 90% ആൾക്കാർ, അല്ലെങ്കിൽ 95% ആൾക്കാർ വളരെ പാരമ്പര്യമായിട്ട് മാംസാഹാരം കഴിച്ച ആൾക്കാരാണ്. അപ്പോൾ ഒരു കോഴീനെ, ഒരു സസ്യാഹാരത്തെ, ഒരു സസ്യത്തെ കൊല്ലുമ്പോഴും ജീവൻ തന്നെയാണ് പോണത്. അപ്പോൾ കോഴീൻ്റെ ജീവനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ 100 കണക്കിന് ജീവികൾ നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട്. നടക്കുന്ന സമയത്ത് ഒരുപാടുണ്ട്. അതൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ചെയ്യുന്നു, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അറിയാതെയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് വിഷയം. ഇത് എല്ലാ കാലത്തും ഒരിക്കലും അവസാനിക്കാത്തൊരു സമസ്യയാണ് ഈ ചർച്ച. അതുകൊണ്ട് ആ ക്ലീശ ചർച്ചയിലേക്ക് നമ്മൾ പോകണില്ല. അത് വേസ്റ്റാണ്. വെറുതെ ഒരു തർക്കം ഉണ്ടാകുക എന്നുള്ള അതിൻ്റെ കാര്യമൊന്നുമില്ല. കൗള പദ്ധതിയിൽ വീരന്മാർ അനാദികാലമായിട്ട് അവരെ ദേവതയ്ക്ക് മദ്യവും മാംസവും രക്തവും ഒക്കെ ഉപയോഗിച്ചിട്ട് ബലിയോട് കൂടി തന്നെയാണ് പൂജ ചെയ്തത്. അത് ആ ദേവതയ്ക്ക് ആ ക്രമം തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാം, വ്യക്തിപരമായി ചെയ്യാതിരിക്കാം. പക്ഷേ കുലദേവതയ്ക്ക് അതല്ല കൊടുക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ആ ക്രമം മാറ്റാൻ അധികാരമില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളെ പാത സ്വീകരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അനാദികാലമായി വരുന്ന ചില സമ്പ്രദായങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് അധികാരമില്ല. അതങ്ങനെ വേണം. ആ ദേവതേൻ്റെ സ്വരൂപമാണത്. പിന്നെ അതുമല്ല, ഈ ജീവിയെ കൊല്ലുകയാണ് എന്നൊക്കെയുള്ള ചിന്ത. ഈ ബലിക്ക്, ആർക്കാണ് ബലിക്ക് അധികാരമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കോഴിയെ, പശുബലി, അല്ല ഒരു ആടിനെ ബലി കൊടുക്കാൻ ആർക്കും അധികാരമുള്ളത്? സ്വന്തം തല വെട്ടി ദേവതയ്ക്ക് സമർപ്പിക്കാൻ കഴിവുള്ള ആൾക്ക് ആ ബലീൻ്റെ സമയത്ത് ഒരു മന്ത്രമുണ്ട്. ആ ജീവിക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി അതിന് പല മന്ത്രങ്ങളൊക്കെ ചെയ്ത് അതിനോട് അനുവാദം വാങ്ങി എൻ്റെ പ്രാണനെ നിൻ്റെ എന്ന് കണക്കാക്കി ഞാൻ ബലി സ്വന്തം തല വെട്ടി ദേവിക്ക് കൊടുക്കാൻ ധൈര്യമുള്ളവനെ ഒരു ജീവിനെ ബലി കൊടുക്കാൻ പാടില്ല. അല്ലാത്തതൊക്കെ കൊലപാതകമാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പണ്ട് നമ്മളെ ആൾക്കാർക്ക് ആ ജീവിൻ്റെ ചൈതന്യത്തെ, പ്രാണനെ ദേവതയിലേക്ക് മാറ്റാനും അത് ദേവതയെ ശക്തിയായി നിലനിർത്താനൊക്കെ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ പ്രാണനെ ചാനലൈസ് ചെയ്യാൻ പറ്റും. ആ മന്ത്രത്തിൻ്റെ ക്രമവും അതിൻ്റെ പദ്ധതിയോ അതാ. എന്ത് മനോഹരമായൊരു പദ്ധതി അതിൻ്റെ അകത്ത് പറയുന്നുണ്ടെന്നറിയോ. അത് ഓരോ ദേശത്തും ഓരോ തരത്തിലുണ്ട്. ഇപ്പോൾ യഥാർത്ഥ ഭുവനേശ്വരി വരിവസ്യ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ അതിനകത്ത് ഈ പശുബലി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പദ്ധതിയിൽ പശുബലി ഉണ്ട്. അതുകൊണ്ട് പശുബലിനെ പിന്നീട് പലപ്പോഴും ഓരോ ദേശത്തുള്ള രീതി അനുസരിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് നമ്മൾക്ക് ആ ബലീൻ്റെ സമയത്ത്. അപ്പോൾ അത് ഓരോ പ്രദേശത്തും ഓരോ സമുദായത്തിലും ഓരോ കുലത്തിലും അതിന് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് വളരെ വലിയ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് മനസ്സിലായാൽ ഇത് ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞോണം സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് കൊലപാതകമാണ്.
ഇവിടെ ഇപ്പം കൊലപാതകം അല്ലാതെ ഇഷ്ടംമാതിരി നടക്കുന്നുണ്ട്, ആൾക്കാരെ കൊല്ലുന്നുണ്ട്, സ്വത്തിൻ്റെ പേരിൽ കൊല്ലുന്നുണ്ട്, പറമ്പിൻ്റെ പേരിൽ കൊല്ലുന്നുണ്ട്, പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ കൊല്ലുന്നുണ്ട്, പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലുന്നുണ്ട്. അതൊക്കെ ഇവിടെ അംഗീകരിക്കാം. ദേവീൻ്റെ പേരിൽ ഒരു വലിയൊരു കോഴീനെ കൊടുക്കുമ്പോഴാണ് ഇവിടെ മുഴുവൻ പ്രശ്നമുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് അനാദികാലമായി പോരുന്നൊരു ക്രമമാണ്. ദേവതൻ്റെ സ്വഭാവം അതാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുള്ള എത്ര ചർച്ച ചെയ്താലും ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ആ ക്രമം അനുസരിച്ച് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് പകരം മറ്റെന്തെങ്കിലും ചെയ്താൽ മതിയോ എന്ന് വെച്ചാൽ പകരമില്ല, അത് തന്നെയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക. അതിനെ മാറ്റാൻ നിങ്ങൾ നിൽക്കണ്ട എന്നുള്ളതാണ്. ബലി കൊടുക്കേണ്ടത് ബലി തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ വേറെ പാൽപ്പായസം കുഴിച്ചോളൂ, ഉണ്ടായി കഴിക്കാം. പക്ഷേ ആ പദ്ധതിയിൽ കയറിയിട്ട് ആ വസ്തുക്കൾ മാറ്റരുത് എന്നുള്ളതാണ്. കാരണം അതിനൊരു ക്രമമുണ്ട്, അതിൽ മാറ്റം വരുത്താൻ നമുക്ക് അധികാരമില്ല. അതുപോലെ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഈ ശാക്തേയം പോലെയുള്ള പദ്ധതികൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ ഗുരുപരമ്പരകളോ ഉപദേശിച്ചുകൊണ്ട് വന്നിരുന്ന പരസ്പരം കൈമാറിയിരുന്ന ഒരു ക്രമമുണ്ടല്ലോ, അങ്ങനെ പകർന്നു കിട്ടാൻ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അറിയുന്ന ആൾക്കാർ ഈ കുലത്തിലുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരുപാരമ്പര്യം ഇന്ന് അന്വേഷിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അനുഭവം. അവർക്ക് എങ്ങനെ ഈ സമ്പ്രദായത്തെ അറിഞ്ഞ് ആചരിക്കാൻ സാധിക്കും? ഒന്ന്, ആ സമ്പ്രദായത്തെ നമ്മൾ ആ അമ്മയെ ഒരു വിളക്ക് വെച്ച് ഒരു ദിവസവും ആരാധിക്കാൻ തുടങ്ങിയാൽ അത്ഭുതകരമായി നമുക്ക് ആ പദ്ധതി തിരിച്ചു കിട്ടും. എവിടുന്നെങ്കിലും നമുക്ക് ആ പദ്ധതി കിട്ടും. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കുമ്പം അമ്മ 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരും. അതിൻ്റെ അനുഭവമാണ്. കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ശാക്തയെ നഷ്ടപ്പെട്ട പല കുടുംബങ്ങളിലും ശാക്തയെ പുനഃസ്ഥാപിക്കാൻ പറ്റി. ഒരു പദ്ധതിയില്ല സ്ഥലം. പക്ഷേ അവർ ആ അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ പദ്ധതി അവർക്ക് വന്നുപെടുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു തരത്തിലും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഭുവനേശ്വരിൻ്റെ ഒരു പൊതുക്രമം എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് വലിയ പദ്ധതിയാണ്, ബൃഹത് പദ്ധതിയാണ്. ആ പദ്ധതി ചെയ്യലായിരിക്കും. അതാണ് ഇവിടെ കോമൺ ആയിട്ട് മുമ്പ് കാലങ്ങളിലൊക്കെ ഇതിൽ നിന്നാണ് മറ്റെല്ലാ പദ്ധതി ഉണ്ടായത് എന്ന് പറയാൻ പറ്റും. കാരണം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ഒന്നാണ്. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുലദൈവത്തിന് ഉപയോഗിക്കുന്ന മന്ത്രം ഒന്നാണ്, പാത്രസ്ഥാപനം ഉപയോഗിക്കുന്ന മന്ത്രം ഒന്നാണ്. കാരണം അതിൽ മണ്ഡലങ്ങളെ പൂജിക്കുമ്പോൾ പാത്രത്തിനെ പൂജിക്കുന്നത്, വിശേഷാർഘ്യത്തിൻ്റെ മന്ത്രങ്ങൾ, അവിടെ ഭൈരവനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്രമങ്ങളൊക്കെ ഒരേ മന്ത്രങ്ങൾ എല്ലാ സ്ഥലത്തും ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം മുക്കിലും മൂലയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരേ മന്ത്രമാണ്. അവിടെയാണ് നമുക്ക് അത്ഭുതം. എങ്ങനെ ഇത്ര ഒരു വ്യാപനത്വം ഈ വളരെ പ്രാദേശികമായ വളരെ റിമോട്ടായ വില്ലേജിൽ ഒരമ്മ അല്ല ഒരാൾ അവിടെ ദേവതയ്ക്ക് കൊടുക്കുന്നൊരു ക്രമം ഈ മന്ത്രം ഉപയോഗിക്കുന്നത്, ഈ മുദ്ര ഉപയോഗിക്കുന്നത്. ഒരു ക്രമത്തിന് ഇത്രയധികം വേര് വേണമെങ്കിൽ ഇത്ര പഴക്കമുണ്ടാവണം, അതെങ്ങനെ ഇത്ര എത്തിയിട്ടുണ്ടാവണം. അതാണ് ഇതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഒരേ പദ്ധതിയാണ്. ഒരു ഫ്രെയിമുണ്ട് ഇതിന്. ഉള്ളിൽ കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രത്തിൽ ബിന്ദു എന്നാണ് നമ്മൾ സാധാരണ വിശേഷാർഘ്യത്തെ പറയുന്നത്. ഒരു ക്രമത്തിൽ ബിന്ദു എന്ന് കാണുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ഞാൻ പറയാൻ മാറ്റണ്ട, കാരണം അത് ബിന്ദു തന്നെ കിടക്കട്ടെ. പക്ഷേ അത് നമ്മൾ വെറുതെ നന്നാക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അതുപോലെ ചില ക്രമത്തിൽ മണ്ഡലങ്ങൾ അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, സോമമണ്ഡലം ആണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആ ക്രമം ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ റിസൾട്ടാണ്. നമ്മൾക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട്, ധൈര്യം ഉണ്ടാകുന്നുണ്ട്, പ്രപഞ്ചത്തിലെ മുഴുവൻ സമൃദ്ധിയും നമ്മളിലേക്ക് വരുന്നുണ്ട്, നമ്മളുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വീരൻ്റെ ഇതാണ്. അപ്പോൾ എല്ലാ പൂജയ്ക്കും ഫലം ഒന്നാണ്, ദേവത ഒന്നാണ്. ആ ഫ്രെയിമിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങളിൽ മാത്രമേ മാറ്റുള്ളൂ. ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ പദ്ധതി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ മറ്റ് പദ്ധതിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പഠിപ്പിക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങ് സംസാരിച്ചു നേരത്തെ ഈ പൂജ കൊണ്ടൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ ആ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ ഒരുപാട് ആളുകൾ ഈ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പദ്ധതി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ദേശത്തിനും ഒരു രാഷ്ട്രത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താ? സംശയം എന്താ? രണ്ടാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഉന്നതമായ അല്ലെങ്കിൽ ലോക ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഭാരതത്തിന് അനവധി കാലം പല മുഗളന്മാരുടെയും പല ആൾക്കാരെയും കീഴിൽ ജീവിക്കേണ്ട ഗതികേടുണ്ടായി? ഇന്നത്തെ അവസ്ഥയിലുണ്ടായി എന്നുള്ളത് അന്നത്തെ ഋഷിമാർ കുംഭമേള സമയത്ത് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ശക്തി ആരാധന നഷ്ടപ്പെട്ടപ്പോഴാണ്. എപ്പോഴാണോ ഈ മണ്ണിൽ 51 ശക്തിപീഠങ്ങൾ ശക്തമായി ഉപാസിക്കപ്പെട്ടത്, ആ സമയത്ത് ഭാരതം ലോക ഗുരുസ്ഥാനത്തായിരുന്നു. ലോകം മുഴുവൻ അറിവിനായി ആശ്രയിച്ച ഭാരതത്തെയായിരുന്നു. ഇവിടേക്ക് ആൾക്കാർ വന്നത് അറിവിന് വന്നിട്ടുണ്ട്, സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നിട്ടുണ്ട്. റിച്ചായിരുന്നു ഭാരതം. ലോകത്തൊരാൾ ഭാരതത്തെ അന്വേഷിച്ച് വരണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ റിച്ചായിരിക്കണം, സമ്പത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ നോളജ് ഉണ്ടാവണം. ഇത് രണ്ടിനും ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് കാരണം
ഇവിടുത്തെ എല്ലാ 51 ശക്തിപീഠങ്ങളും സജീവമായിരുന്നു. ഭാരതത്തെ മറ്റൊരു തരത്തിൽ നശിപ്പിക്കാൻ പറ്റാതായപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ശക്തിപീഠങ്ങളാണ് ഇതിന് കാരണം. ശക്തിപീഠങ്ങൾ ആക്രമിക്കപ്പെട്ടു, ശക്തിപീഠങ്ങളൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചു. അതിനുശേഷമാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. ഇവിടെ മുക്കിലും മൂലയിലുള്ള ഉപാസനകളൊക്കെ പോയി. അങ്ങനെ പിന്നീട് വന്നത് കാളിയുടെ യുഗമാണ്. കാളിക്കട്ടിലെ കാളിയെ ഭാരതമാതായി പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനൊക്കെ വന്നു. അവരൊക്കെ ശക്തമായ ഇടപെടൽ സ്വാതന്ത്ര്യത്തെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓരോ സ്ഥലത്തും ചെയ്യുന്ന ശക്തി ആരാധനയിൽ ഓരോ ശക്തി, ഈ ഭുവനേശ്വരി പൂജയിൽ അവസാനം രാഷ്ട്രത്തിന് വേണ്ടിയിട്ടൊരു സങ്കല്പമുണ്ട്. രാഷ്ട്രദേവതയാണ്. എവിടെയാണോ ശക്തി, ആ രാഷ്ട്രത്തിലെ മുഴുവൻ ആൾക്കാർക്കും തേജസ് ഉണ്ടാവും. ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പം, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് പൂജ. ഓരോ വ്യക്തിയും അതുകൊണ്ട് തന്നെ ഭാരതം എന്നുള്ള കൺസെപ്റ്റ് ഇന്നോ ഇന്നലെ ഉണ്ടായതൊന്നുമല്ല, അനാദികാലം മുതൽ ഭാരതമുണ്ട്. കാരണം വളരെ വ്യക്തമായ സങ്കല്പമുണ്ട് അതിൻ്റെ അകത്ത് ഭാരതത്തെക്കുറിച്ച്. അതുപോലെ ശ്രീവിദ്യയിൽ ശക്തിപീഠങ്ങൾ, പീഠന്യാസം എന്ന് പറഞ്ഞിട്ട് ഈ 51 ശക്തിപീഠങ്ങൾ സ്വന്തം ശരീരത്തിൽ നിരസിക്കുന്നൊരു ക്രമമുണ്ട്. പരമഗുരുനാഥനായിട്ടുള്ള മാധവജി എപ്പോഴും പറയും, രാഷ്ട്ര ശരീരവും വ്യക്തി ശരീരവും ഒന്നാണ്. വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ രാഷ്ട്രത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രാഷ്ട്രത്തെ നന്നാക്കാൻ പോകണം, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന തപസ് ചെയ്താൽ മതി. ശരീരത്തിൽ 51 ശക്തിപീഠങ്ങളെ നശിച്ചാൽ അഖണ്ഡ ഭാരതം സാധ്യമാവും. കാരണം ആ ശക്തിപീഠങ്ങൾ നശിച്ചാൽ അതുണ്ടായേ പറ്റൂ. ഇനി നമ്മൾ വ്യക്തിപരമായി സാധന ചെയ്യുമ്പോൾ രാഷ്ട്രത്തിനും കൂടി വേണ്ടിയാണ്. സ്വന്തം കുലത്തിനാണ്, ദേശത്തിനാണ്, ധർമ്മത്തിനാണ്, രാഷ്ട്രത്തിനാണ്. ഇതൊക്കെ നടക്കും ഈ ആരാധനയിലൂടെ. അപ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം ഇതൊക്കെ ഒരു വെജിറ്റേറിയൻ പ്രൊജക്റ്റാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മനംമാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു മരംമാറ്റം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കുക. യുദ്ധങ്ങൾ നടക്കട്ടെ, തർക്കങ്ങൾ നടക്കട്ടെ. ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഈ പോഡ്കാസ്റ്റിൻ്റെ അടിയിൽ എല്ലാവരും നിരന്തരം പൊങ്കാലിടട്ടെ. ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഒരു കാലത്തും അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായം ഉള്ളതുകൊണ്ട്. പക്ഷേ നമ്മളെ ധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇത്തരം പദ്ധതികൾ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ അത് തെരഞ്ഞു പിടിക്കാനും തിരിച്ചു പിടിക്കാനൊക്കെ ഉള്ള പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പം കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഗുരുനാഥൻ്റെ അടുത്തൊക്കെ പോയി കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനൊക്കെ സാഹചര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ആ സാഹചര്യമില്ല. ലോകത്തെല്ലാവരും ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വിദേശങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അവർക്കൊക്കെ അവരെ കുലദേവതനെ കണ്ടുപിടിക്കണ്ടേ, അവർക്കൊരു പൂജ ചെയ്യണ്ടേ, അവർക്ക് അമ്മയെന്ന് വിളിക്കണ്ടേ, അവർക്ക് പറ്റുന്ന രീതി ചെയ്യണ്ടേ, അതിനെന്തെങ്കിലുമൊക്കെ സംവിധാനം വേണ്ടേ. അവർക്ക് രാജിവെച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഗുരുനാഥനെ അന്വേഷിച്ച് ഗുരുനാഥൻ്റെ വീട്ടിൽ പോയി പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഈ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പഠിക്കുകയും മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് സാധിക്കുന്നത്. ശ്രീനാഥ്ജി, നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തതിന് അങ്ങേക്ക് നന്ദി. ഒരുപാട്. അബീൻ്റെ ചോദ്യവും വളരെ കൃത്യമായിരുന്നു. കാരണം വളരെ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിലുപരിയായിട്ട് ഒരു സ്കോളർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഒരു ചരിത്രം പശ്ചാത്തലമൊക്കെ വെച്ച് അബി ഒരുപാട് ചോദ്യം ചോദിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, ചോദിക്കുന്ന ആൾ എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം നമ്മളെ ചർച്ചയും നന്നാവും എന്നാണ് പറയുക. വലിയൊരു നല്ല ചർച്ചയായിരുന്നു നടന്നത്. എന്തായാലും സന്തോഷം. ഇനിയും ഇതുപോലത്തെ സാധാരണക്കാർക്ക് താല്പര്യമുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ഒരുമിച്ച് ഭാരതീയ ധർമ്മ പ്രചാര സഭയിലൂടെ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇനിയും ഇതുപോലത്തെ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം.